ദൈവനാമത്തിന് മഹത്വം. ഈ പുതിയ വർഷത്തിലും ബൈബിൾ സ്റ്റഡിക്കായിട്ട് നമുക്ക് കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. നാം സക്കറിയ പ്രവചനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ 10 അധ്യായങ്ങൾ നാം അല്പമായിട്ട് പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ വർഷത്തിൽ, ഈ പുതിയ വർഷത്തിൽ നാം 11-ാം അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ചാപ്റ്റർ 11 ഓഫ് സക്കറിയ ആണ്. അതിൽ 17 വാക്യങ്ങളാണ് നമുക്കുള്ളത്. നാം സാധാരണ ചെയ്തു വരുന്നത് പോലെ ആ വാക്യങ്ങൾ പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിക്കാം. എല്ലാവർക്കും 1-2 വാക്യങ്ങൾ വായിക്കാനുള്ള അവകാശമുണ്ട്. ചാപ്റ്റർ 11. വീണും മഹത്തുക്കൾ നശിച്ചിരിക്കാൻ സർവവൃക്ഷങ്ങൾ ഓടിയിടുക. ദുർഗമനം കുഞ്ഞിരിക്കാൻ ഭാഷാവിൻ്റെ കരുവേലങ്ങളെ ഓടിയിടുക. ദേവന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുതൽക്കുന്നത് കേട്ടുവോ? യോർദാന്റെ കാട് നശിച്ചിട്ട് ബാലസമൂഹത്തിന്റെ കത്തിനും കേട്ടുവോ? അർപ്പാനുള്ള ആടുകളെ മേയിക്കാം. അവൻ മേടിക്കുന്ന കുറ്റിൽ നിന്ന് എണ്ണാതെ അവരെ നോക്കുന്നു. അവയെ വിൽക്കുന്നവരോ ഞാൻ ധനവാനായി തീർന്നത് കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുന്നു. അവരുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നു. ഞാൻ ഇനി ദേശനിവാസികളെ ആദരിക്കുകയില്ല എന്ന് യഹോവയുടെ ഞാൻ മനുഷ്യരെ ഓരോരുത്തരെ അവനവൻ്റെ കൂട്ടുകാരുടെ കയ്യിലും അവനവൻ്റെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവർ ദേശത്തെ തകർത്ത് കളയും. അവരുടെ കയ്യിലെന്നെ ഞാൻ അവരെ രക്ഷിക്കുകയില്ല. അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിഷ്ടത ഏറിയവരെ തന്നെ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 കോൽ എടുത്ത് ഒന്നിനെ യുദ്ധ എന്നും മറ്റേതിനെ ഒതുക എന്നും പേരിട്ടു. അങ്ങനെ ഞാൻ ആടുകളെ ജയിച്ചുകൊണ്ടിരുന്നു. കേട്ടോ, ഞാൻ യഹൂദയും ഇസ്രായേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന മറ്റേ കോൽ മുറിച്ചു കളഞ്ഞു. എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇനി ഒരു തുമ്പ് കെട്ട് ഇടയന്റെ കോപ്പ് എടുത്തുകൊള്ളുക. 16 ഞാൻ ദേശത്തുള്ള ഇടയനെ എഴുന്നേൽപ്പിക്കും. ഞാൻ കാണാതെ പോയതിനെ നോക്കുകയോ ചിതറിപ്പോയോ അന്വേഷിക്കുകയോ മുറിവേറ്റവരെ ഓർപ്പിക്കുകയോ വീരം ഇല്ലാത്തവരെ ഓർക്കുകയോ ചെയ്യാതെ തടിച്ചവരുടെ മാംസം തിന്നുകയും ഉറവുകളെ ഉൾക്കൊള്ളുകയും ചെയ്യും. ആട്ടുകൂട്ടത്തെ ഭരിച്ചു കൊണ്ടിരുന്ന ഹിന്ദുവക്ക വിടേനെ അന്വേഷ്ടം അവൻ്റെ വിധത്തിനും ബലകൊണ്ടും ഭരണിച്ച എൻ്റെ വിജയം അവൻ്റെ വിജയം അശേഷൻ വരണ്ടും വലം കൊണ്ട അശേഷൻ ഇരുപത്തോടൊക്കെ. ദൈവനാമത്തിന് മഹത്വം. ഈ 11-ാം അധ്യായം നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയില്ല. ഈ അധ്യായം ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ ഏത് ഭാഷയിലാണെങ്കിലും അത്ര എളുപ്പമുള്ള വാക്കുകൾ അല്ല ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. വളരെ കട്ടിയുള്ള വാക്കുകളാണ്. ഇംഗ്ലീഷ് ആകുമ്പോൾ കുറച്ച് വായിക്കാൻ എളുപ്പമുണ്ട്. മലയാളത്തിലൊക്കെ നാവൊന്നും വളയാത്ത രീതിയിലുള്ള വാക്കുകളാണ്. എന്നാൽ അതിൻ്റെ കുറച്ച് അർത്ഥങ്ങൾ
ആ രീതിയിൽ പഠിക്കുവാൻ ശ്രമിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് പ്രവാചകനിലൂടെ സംസാരിക്കുന്ന ചില വാക്കുകളാണ്. ഈ അധ്യായത്തിൻ്റെ പ്രാരംഭത്തിലെ 3 വാക്യങ്ങൾ, 1, 2, 3 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിനു മുമ്പുള്ള അധ്യായം 10-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ നാം ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ അധ്യായം, അതായത് 10-ാം അധ്യായത്തിൻ്റെ 7 തൊട്ട് 8, 9, 10, 11, 12 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നാം ചിന്തിച്ചത് ഇസ്രായേലിനെ കർത്താവ് മടക്കി വരുത്തുന്ന, റീഗാദർ ചെയ്യുന്ന ഒരു ദൃശ്യമാണ് നാം കാണുന്നത്. അതിൻ്റെ 8-ാം വാക്യം നാം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഐ വിൽ വിസിൽ ഫോർ ദം ടു ഗ്യാദർ ദം ടുഗെദർ. ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കുകയാൽ അവരെ ചൂളകുത്തി ശേഖരിക്കും. അപ്പൊ കർത്താവ് തൻ്റെ ജനത്തെ പല സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ, ലോകത്ത് പലയിടത്തും ആയിരുന്നവരെ ശേഖരിക്കുന്ന ഒരു ദൃശ്യം. അതിനോട് ചേർന്ന് വേണം നാം ഈ 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ നാട്ടിലേക്ക് കർത്താവ് അവരെ ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് മടങ്ങി വന്നത് ഇന്ന് നാം കാണുന്ന ഇന്നത്തെ കാലത്തെ ഇസ്രായേലിൽ മാത്രമല്ല, അതിനോട് ചേർന്ന് അവര് ഇവിടെ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾ ലെബനോണിലേക്കും കടന്നു വരുന്നു. അവര് ഗിലിയാദ് എന്ന് പറയുമ്പോൾ ഇന്ന് നാം കാണുന്ന യോർദാൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടേക്കും അവർ കടന്നു വരുന്നു. അതോടൊപ്പം നാം അവിടെ ബാഷാന്റെ പേര് വായിക്കുന്നു, അവിടേക്കും കടന്നു വരുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവ് ശേഖരിച്ച് അവർ മടങ്ങി വരുമ്പോൾ ഈ രാജ്യങ്ങളിലും ഈ സ്ഥലങ്ങളിലും പോകുമ്പോൾ ആ സ്ഥലങ്ങളുടെ അവസ്ഥയാണ് പറയുന്നത്. അത് ചെറിയ സ്ഥലങ്ങളല്ല. നാം കാണുമ്പോൾ അതിന് 1-ാം വാക്യം, ഓപ്പൺ യുവർ ഡോർസ് ഓർ ലെബനൻ. അപ്പൊ ലെബനോട് പറയുകയാണ്, നിന്റെ ദേവദാരുകൾ, ആ രീതിയിൽ ലെബനന്റെ ദേവദാരുകൾ ഫേമസ് ആണ്. ലെബനന്റെ ആ മരങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള മരങ്ങളാണ്. അപ്പോൾ അത് ഒരിക്കലും മറ്റാർക്കും കീഴടക്കുവാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്, സിഡാർസ് ഓഫ് ലെബനൻ. എന്നാൽ അവിടെ പറയുന്നത് അത് തീക്ക് ഇരയായിത്തീരുന്നു. ആ ലെബനോന്റെ ആ ഏറ്റവും പ്രഭയായിരിക്കുന്ന, ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന, ഏറ്റവും ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു വസ്തുതയാണ് ലെബനോന്റെ ദേവദാരുകൾ, സിഡാർസ് ഓഫ് ലെബനൻ. അത് തീക്കിരയായിത്തീരുന്നു. അത് കാണിക്കുന്നത് ഇസ്രായേൽ ജനം അവിടേക്ക് പ്രവേശിക്കുന്നു. അത് നിങ്ങളുടെ ആ പ്രഭാവം, നിങ്ങളുടെ ആ പ്രസിദ്ധിയൊക്കെ ആ രീതിയിൽ നശിച്ചു പോകുന്നു. ഇസ്രായേൽ അവിടേക്ക് കടന്നു വരുന്നു. വീണ്ടും അതേ കാര്യം ഗിലിയാദിനെ കുറിച്ചും ബാഷാനെ കുറിച്ചും പറയുന്നു. അവരുടെ ഓക്സ് മറ്റൊരു വൃക്ഷമാണ്. മലയാളത്തിൽ എന്താ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവിടെ ഓക്സിനെ പറഞ്ഞിരിക്കുന്നത് കറുവകൾ. അപ്പൊ ആ ഒരു വൃക്ഷം ബാഷാന്റെ വലിയ പ്രസിദ്ധമായിട്ടുള്ള അവരുടെ പ്രഭയെ കാണിക്കുന്ന ഒരു വൃക്ഷമാണ്, നമുക്കറിയാം. അപ്പൊ അവിടെ അതവിടെ കാണുന്നത് അതും നശിച്ചു പോകുന്ന വിഷയമാണ്. അത് അവരുടെ കാടുകൾ, ഫോറസ്റ്റ് ഒക്കെ ഒരിക്കലും ആർക്കും കടക്കുവാൻ കഴിയാത്ത വിധം വളരെ ഉറപ്പുള്ളതും ആർക്കും അതിനെ ഛേദിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള വസ്തുതകളാണ്. അവിടൊക്കെയും ഇസ്രായേൽ ജനം പ്രവേശിച്ച് അതിലേക്ക് പ്രവേശിക്കും എന്നുള്ളൊരു അറിയിപ്പാണ് ഈ 3 വാക്യങ്ങളിൽ നാം 10-ാം അധ്യായത്തിന്റെ തുടർമാനമായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിടെ പറയുന്നത് ആ ഫോറസ്റ്റുകളിലൊക്കെയും 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവരുടെ സൗണ്ട് ഓഫ് യങ് ലയൺസ് റോർ ഫോർ ദ പ്രൈഡ് ഓഫ് ജോർഡൻ ഈസ് റൂയിൻഡ്. അവിടെ യോർദാന്റെ അവരുടെ ഏറ്റവും മകുടമായിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു അഹങ്കാരമായിരിക്കുന്ന സിംഹങ്ങൾ അവരൊക്കെയും ഇല്ലാതെയാകും, അവരുടെ ശബ്ദങ്ങൾ ഇല്ലാതെയാകും. ആ വിഷയങ്ങളാണ് നാം കാണുന്നത്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഈ 3 വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജനത്തെ കർത്താവ് വീണ്ടും ശേഖരിക്കുമ്പോൾ അവർ ഇസ്രായേലിൽ മാത്രമല്ല, അടുത്തുള്ള ലെബനോണില് നമുക്കറിയാം ഇസ്രായേൽ ജനമുണ്ട്. യോർദാൻ ഇതുവരെയും കീഴടക്കിയിട്ടില്ല. ഈ ഗിലിയാദും ബാഷാനും എല്ലാം യോർദാനുമായിട്ട് ചേർന്ന് നമുക്ക് ചിന്തിക്കാവുന്ന രാജ്യങ്ങളാണ്, സ്ഥലങ്ങളാണ്. അവിടെയും ഇസ്രായേൽ ജനം അവരെയും കീഴടക്കും എന്നുള്ള വിഷയമാണ് പ്രവചനാത്മാവിൽ ഇവിടെ സക്കറിയാവ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ അവരുടെ തകർച്ചയെ കാണിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ പ്രവേശനത്തെയാണ് കാണിക്കുന്നത്, ദൈവവചനത്തിന്റെ നിവർത്തീകരണത്തെയാണ് കാണിക്കുന്നത്. ഈ 3 വാക്യങ്ങൾ അത് ചിത്രീകരിക്കുന്നത് ആ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒബ്സ്റ്റക്കിൾസ് ആയിരുന്നു. യോർദാൻ അവർക്കൊരു തടസ്സമാണ്. ലെബനോന്റെ അത്രയും വലിയ
ദേവദാരുകളുള്ള ലെബനോൻ ഒരു തടസ്സമായിട്ടാണ് അവർക്ക് നിൽക്കുന്നത്. അത് തീക്കിരയായി തീരും. യോർദാന്റെ പ്രഭയൊക്കെ ആ ബലമുള്ള അവരുടെ സ്ഥലങ്ങളൊക്കെ കാടുകളൊക്കെയും അതും നശിച്ചു പോകും. അവിടെ ഇസ്രായേല് അവിടെയൊക്കെയും അതിനെ കീഴടക്കി മുമ്പോട്ട് പോകും എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ലെബനോൻ എന്ന് പറയുന്നത് ജോഗ്രാഫിക്കലി ഭൂമിശാസ്ത്രപരമായിട്ട് നാം ചിന്തിച്ചാൽ ഇസ്രായേലിന്റെ വടക്ക് വശത്തുള്ള രാജ്യമാണ്. ഇറ്റ് ഈസ് ദി നോർത്തേൺ പാർട്ട് ഓഫ് ഇസ്രായേൽ. നാം ആ രാജ്യം നോക്കിയാൽ അതിന്റെ വടക്ക് ദിശയിലുള്ള രാജ്യമാണ്. അതേസമയം ഈ ഗിലിയാദും ബാഷാനും എന്ന് പറയുന്നത് ഈസ്റ്റ് ഓഫ് ജോർഡൻ റിവർ, യോർദാൻ നദിയുടെ കിഴക്ക് വശത്തുള്ള രാജ്യങ്ങളാണ് ഈ പുതിയ തലമുറയുടെ അല്ലെങ്കിൽ യോർദാനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് സംഖ്യാപുസ്തകം 32 അധ്യായം നാം പഠിക്കുമ്പോൾ ആ അധ്യായം മുഴുവനായിട്ട് വായിക്കുവാനുള്ള സമയമില്ല. ആ അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഏകദേശം 2-2.5 ഗോത്രങ്ങൾ ഇസ്രായേലിന്റെ ഈ രാജ്യങ്ങളിൽ പ്രവേശിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അറൌണ്ട് 2.5 tribes ഓൾറെഡി entered into these places എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രവചന ആത്മാവിൽ കർത്താവ് പറയുകയാണ്, ഈ രാജ്യങ്ങളിൽ ഇസ്രായേൽ ഇവരെയും പ്രവേശിക്കും, ഇവിടെയും കീഴടക്കും എന്നുള്ള വിഷയം. പ്രൈഡ് ഓഫ് ജോർഡൻ ഈസ് റൂയിൻഡ്. ആ യോർദാന്റെ പ്രൈഡ്, അഹങ്കാരമായിരുന്ന അവരുടെ അഹംഭാവമായിരുന്ന വിഷയം അതും നശിച്ചു പോകും എന്ന് ആണ് പ്രവചനാത്മാവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇസ്രായേല് അവർക്ക് കിഴക്കുള്ള ടെറിട്ടറീസ്, രാജ്യങ്ങളെയും കീഴടക്കും എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് നാം ചിന്തിച്ചാൽ ഇന്നേക്ക് ഒരു 100 വർഷം മുമ്പ് ഇത് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കുവാൻ സാധ്യമല്ല. എന്നാൽ നാം കഴിഞ്ഞ നാളുകളിൽ, വിശേഷാൽ 1947-ഉം 48-ഉം 67-ലും നാം കണ്ട സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് അത് നിലനിർത്തിയ ഒരു ഇസ്രായേൽ രാജ്യത്തെ നാം കാണുമ്പോൾ അത് വിശ്വസനീയമായിട്ടുള്ള ദൈവവചനത്തിന്റെ നിവൃത്തീകരണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രാജ്യങ്ങളൊക്കെയും ഇസ്രായേൽ കീഴടക്കുന്ന അല്ലെങ്കിൽ പ്രവേശിക്കുന്ന, കർത്താവ് മടക്കി വരുത്തുന്ന വിഷയങ്ങളാണ് ഈ 3 വാക്യങ്ങൾ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ നാം വരുമ്പോൾ ആ വിഷയം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വിഷയത്തിലേക്ക് ലേഖനക്കാരൻ, പ്രവാചകൻ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ 10-ാം അധ്യായത്തിന്റെ തുടർമാനമായിട്ടുള്ള മടക്കി വരുത്ത് അല്ലെങ്കിൽ കർത്താവിന്റെ റെസ്റ്റോറേഷൻ, പുനഃസ്ഥാപനം, ആ വിഷയത്തെ കേന്ദ്രീകരിച്ച് പറയുമ്പോൾ, അതിന് നിവർത്തീകരണം പറയുമ്പോൾ, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് എൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവിടെ പറയുന്നത് ആടുകളെ കുറിച്ചും അവരുടെ ഇടയന്മാരെ കുറിച്ചുമാണ്. ആടുകളെ കുറിച്ചും ഇടയന്മാരെ കുറിച്ചും. അപ്പോൾ അവിടെ ഭൂമിപരമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യങ്ങളെ കീഴടക്കി വരുന്ന വിഷയത്തെ മാറിയിട്ട് പെട്ടെന്ന് ഒരു ആത്മീകമായിട്ടുള്ള നേതൃത്വം അല്ലെങ്കിൽ ആത്മീക വിഷയത്തിലേക്കാണ് ഇവിടെ സക്കറിയാവ് പ്രവേശിക്കുന്നത്, ദൈവാത്മാവ് പ്രവേശിക്കുന്നത്. അത് നമുക്ക് 4-ാം അധ്യായത്തിൽ തന്നെ 4-ാം വാക്യത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. പാസ്റ്റർ ദ ഫ്ലോക്ക് ഡൂംഡ് ടു സ്ലോട്ടർ. അവിടെ ഈ രീതിയിൽ നശിക്കുവാനുള്ള അല്ലെങ്കിൽ അറുക്കപ്പെടുവാനുള്ള ആടുകളെ അവരെ മേയ്ക്കുവാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇടയന്മാരുണ്ട്, ആടുകളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ജനം അല്ലെങ്കിൽ ഈ ഒരു ആടുകൾ ആരാണ്, എന്താണ് നാം കാണുന്നത്? തീർച്ചയായിട്ടും ഇവർ യഹൂദ ജനത്തോടാണ് സംസാരിക്കുന്നത്, ഇസ്രായേൽ ജനത്തോടാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം അവര് എന്താണ് ചെയ്തത്. ക്രിസ്തു ഈ അവരുടെ മധ്യ വന്നപ്പോഴും ആ ക്രിസ്തുവിനെ പോലും അവർ വേണ്ടാന്ന് വെക്കുന്ന, ത്യജിച്ചു കളയുന്ന, മനസ്സിലാക്കാതെ പോകുന്ന ഒരു ജനമാണ് ഈ യഹൂദ ജനം. അപ്പൊ അതിന് തൊട്ട് മുൻപാണ് ഈ കാര്യങ്ങൾ ഈ പ്രവാചകൻ അവരോട് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം ഈ സക്കറിയ പ്രവചനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹഗായി, സഫനിയ, സക്കറിയ പ്രവാചകന്മാരൊക്കെ ഏറ്റവും അന്ത്യസമയത്താണ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വെളിപ്പാടുകൾ അല്ലെങ്കിൽ കർത്താവിന്റെ ദൂതുകൾ, കർത്താവിന്റെ പ്രവചനങ്ങൾ അവരോട് ഏറ്റവും അവസാന കാലഘട്ടത്തിലാണ് ഈ പ്രവാചകന്മാരിയ്ക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നാം കാണുന്നത് ഒരു പുതിയ നിയമത്തിലേക്ക്, ക്രിസ്തുവിന്റെ ഒരു സമയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് ഈ അവസാന അവസരങ്ങളാണ് അവർക്ക് ഈ പ്രവചനങ്ങളൊക്കെ കേൾക്കുവാനും ആ രീതിയിൽ മടങ്ങി വരുവാനുമുള്ള വിഷയം. എന്നാൽ ഇവിടെ കാണുന്നത് പ്രത്യേകമായിട്ടുള്ള പ്രവാചകന്മാരെ നാം കാണുന്നു. അതിന്റെ 4-5 വാക്യങ്ങൾ ഒന്ന് വായിക്കാം, ഒന്നും കൂടെ 4-5.
മതി. ഇവിടെ നാം കാണുന്നത് ഒരു പ്രത്യേക കൂട്ടം ഇടയന്മാരെയാണ്. അവര് ഫാൾസ് ഷെപ്പേർഡ്സ് ആണ്. ഇസ്രായേൽ ജനത്തെ മേയ്ക്കുന്ന ഒരു പ്രത്യേക ഇടയന്മാർ ആ കാലഘട്ടത്തിൽ. അവരുടെ ഉദ്ദേശങ്ങൾ എന്താണ്? അവര് ഈ ആടുകളെ വെച്ച് ലാഭമുണ്ടാക്കുവാൻ നോക്കുന്ന ഇടയന്മാരാണ്. അതാണ് അവരുടെ ആദ്യത്തെ പ്രത്യേകത, പ്രശ്നം എന്നുള്ളത്. രണ്ടാമത്തെ വിഷയം, ഈ ആടുകളെ വിറ്റ് കച്ചവടം ചെയ്യുന്ന ചില ഇടയന്മാരാണ് നാം ആ കാലഘട്ടത്തിൽ കാണുന്നത്. 3, അവർക്ക് യാതൊരു അനുകമ്പയും കരുണയും ഈ ആടുകളോട് ഇല്ലാത്ത ഇടയന്മാരാണ്, നേതാക്കളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവര് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു പ്രത്യേക അവരുടെ ബലത്തിന്റെ പേരിൽ ഈ ആടുകളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. 5-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവിടെ പറയുന്നത്, ബ്ലെസ്ഡ് ബി ദ ലോർഡ് ഫോർ ഐ ഹാവ് ബിക്കം റിച്ച്. ഞാൻ ഇവിടെ പണക്കാരനായി തീരുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അല്ലെങ്കിൽ അവിടെ 5-ാം വാക്യത്തിൽ ഞാൻ ധനവാനായി തീർന്നത് കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം. അപ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ധനം ശേഖരം, വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ എന്ന് മാത്രം അവര് ശ്രദ്ധ വെച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഇടയനെ അല്ലെങ്കിൽ ഇടയന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് സംഭവിക്കുന്നത് ഈ 4ഉം 5ഉം വാക്യങ്ങളിൽ. ഈ പ്രത്യേക കൂട്ടം ഇടയന്മാർ ആ അവസാന കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ ഉണ്ടായിരുന്നു എന്ന് സെഖറിയാവ് വിളിച്ചു പറയുകയാണ്. അവരുടെ ഉദ്ദേശം ഇതാണ്, അവര് ആടുകളെ വെച്ച് ലാഭമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. അവർ ഈ ആടുകളെ വിട്ട് കളയാൻ പോലും മടിയില്ലാത്തവർ. മാത്രമല്ല, ഈ ആടുകളോട് യാതൊരു കരുണയും അവർക്കില്ല. അങ്ങനെ ഒരു കുറ്റം ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നുന്നില്ല. ഞാൻ ധനവാനായി തീർന്നു എന്നുള്ളത് മാത്രമാണ് വിഷയം. അതിനും അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്, ഞാൻ ധനവാനായി തീർന്നു. ഈ കാര്യങ്ങളൊക്കെ നാം ആക്ഷരികമായിട്ട് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ കാണുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ക്രിസന്റം അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇടയന്മാർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർക്ക് ഇങ്ങനത്തെ ചിന്തയുള്ളൂ, തൻ്റെ പ്രജകൾ അല്ലെങ്കിൽ അവർ മേയ്ക്കുന്ന ആടുകൾ, ജനത്തെ അവർ ഉപയോഗിച്ച് ലാഭമുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഉദ്ദേശം അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ്, അവരെ വിറ്റ് കളയുക, അവർക്ക് പ്രയോജനം ഉണ്ടാകുക. യാതൊരു കരുണയുമില്ല, അനുകമ്പയുമില്ല. അവരുടെ വ്യക്തി താല്പര്യങ്ങൾ മാത്രം നിലനിൽക്കണം, അവരുടെ നിലവാരം മാത്രം, അവരുടെ പണം മാത്രം, ധനം മാത്രം വർദ്ധിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ 6-ാം വാക്യം ഒന്ന് വായിച്ച്, അവിടെ ദൈവത്തിന്റെ ന്യായവിധി ആ ദേശത്തോട് നാം കാണുന്നു. 6-ാം വാക്യം. കൂട്ടുകാരുടെ കയ്യിലും അവനവന്റെ രാജാവിന്റെ കയ്യിലും ഏൽപ്പിക്കും. അവർ ദേശത്തെ തകർത്തു കളയും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയുമില്ല. ദൈവനാമത്തിന് മഹത്വം. ഇവിടെ 6-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നാം കാണുന്നത്. സ്വാഭാവികമായിട്ട് ദൈവം ആരെ ന്യായം വിധിക്കണം? ഇത്തരത്തിലുള്ള ഇടയന്മാരെ ന്യായം വിധിക്കണം. അത് ദൈവം ന്യായം വിധിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ വാക്യം നാം വായിക്കുമ്പോൾ, 6-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം, യഹോവയായ ദൈവം മറ്റൊരു കാര്യം ഇവിടെ ആ സത്യം വെളിപ്പെടുത്തുന്നു. അവിടെ ഇടയന്മാർക്ക് മാത്രമല്ല ന്യായവിധി വരുന്നത്, അവരുടെ ആടുകൾക്കും ന്യായവിധി വരുന്നു. എന്താണ് വിഷയം? ഐ വിൽ നോ ലോങ്കർ ഹാവ് പിറ്റി ഓൺ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ ലാൻഡ്. 6-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ആ ദേശനിവാസികളോട് എനിക്ക് യാതൊരു ആദരവും അനുകമ്പയും തോന്നുകയില്ല. കാരണം ഇതാണ്, അവര് ഇത്തരത്തിലുള്ള നായകന്മാരെ, ഇടയന്മാരെ അവരുടെ മധ്യത്തിൽ നിലനിൽക്കുവാൻ അവര് വിട്ടുകൊടുക്കുകയാണ്. അവരതിനെ സാക്ഷ്യം വഹിച്ച് ജീവിച്ചു പോവുകയാണ്. തെറ്റായിട്ടുള്ള ജീവിതങ്ങൾ, ഉപദേശങ്ങൾ, കാര്യങ്ങളൊക്കെയും കണ്ടിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവർക്ക് നിലനിൽക്കുവാനുള്ള വളം വെച്ചു കൊടുക്കുകയാണ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവരോട് പ്രതികരിക്കാതെ, സത്യം പുറത്തു കൊണ്ടുവരാതെ അവിടെ ഇരിക്കുമ്പോൾ അവരും ഒരേ അർത്ഥത്തിൽ കുറ്റക്കാരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പുതിയ നിയമത്തിന്റെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ നമ്മളോടുള്ള ദൈവത്തിന്റെ അറിയിപ്പ് ഇതാണ്. ഈ കാര്യം ഇന്ന് സഭയിലും നാം ചിന്തിക്കേണ്ട വിഷയമാണ്. അന്ന് ഇസ്രായേൽ ജനം ഇത്തരത്തിലുള്ള ഇടയന്മാർ വന്നപ്പോൾ അവരോട് എതിർത്ത് നിൽക്കാതെ ഇരുന്നത് പോലെ അവർക്കും ശിക്ഷാവിധിയുണ്ട്. അവരെയും ദൈവം കൈവിട്ട് കളയും. ബോത്ത് ദീസ് false shepherds and sheep
ആർ അക്കൗണ്ടബിൾ. ഇവർക്ക് രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട്. അതാണ് നാം ഈ 6-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു അഭക്തമായിട്ടുള്ള നേതൃത്വം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ, അതിനകത്ത് ദൈവഭക്തി ഇല്ലെങ്കിൽ അത് ആ നേതാവിനെ മാത്രമല്ല ബാധിക്കുന്നത്. നേതാവിന് തീർച്ചയായിട്ടും ശിക്ഷാവിധിയുണ്ട്. എന്നാൽ തൻ്റെ പ്രജകൾ, അല്ലെങ്കിൽ ആടുകൾ, അല്ലെങ്കിൽ ആ നേതാവിനെ സഹിക്കുന്ന, അല്ലെങ്കിൽ ആ നേതാവിന് കൂട്ടുനിൽക്കുന്ന പ്രജകൾക്കും ന്യായവിധി ഉണ്ട്. ദൈവം അവരെ വിട്ടുകളയും എന്നാണ് പറയുന്നത്. വി കനോട്ട് സിറ്റ് അണ്ടർ അൺഗോഡ്ലി ലീഡർഷിപ്പ്. അഭക്തമായിട്ടുള്ള, ഭക്തിരഹിതമായിട്ടുള്ള നേതൃത്വം, അതിനെ സഹിച്ചു മുൻപോട്ട് പോകുവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. അത്തരത്തിലുള്ള സിസ്റ്റംസിനെ സപ്പോർട്ട് ചെയ്യുവാൻ വിശുദ്ധിയില്ലാത്ത, ആത്മീയതയില്ലാത്ത മനുഷ്യർ സഭയെ നയിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങളിൽ കയറി വരുന്നത് ഒരിക്കലും അനുവദനീയമല്ല എന്ന് ദൈവവചനം ഈ വാക്യത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു സാക്ഷിയായിട്ട് മാത്രം നിൽക്കുവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ, സത്യവും കളവും തെറ്റും ശരിയും മനസ്സിലാക്കി കഴിയുമ്പോൾ അതിന് എതിരെയായിട്ട് നമ്മുടെ വാക്കുകൾ ഉച്ചരിക്കുവാൻ സക്കറിയാവ് ചെയ്തതുപോലെ ചെയ്യുവാനാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് 6-ാം വാക്യത്തിന്റെ ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. ദൈവനാമത്തിന്റെ മഹത്വം. മതി. ഈ 7-ാം വാക്യത്തിൽ പ്രത്യേകമായിട്ടുള്ള പ്രയോഗം നാം കാണുന്നു. ഈ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി 2 കോല് അവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് അത് കാണുന്നത് ഇംഗ്ലീഷിൽ ഐ കോൾഡ് വൺ, ആദ്യത്തെ സ്റ്റാഫ്, 2 സ്റ്റാഫ്സ്. നമുക്കറിയാം ഈ ഇടയന്മാര് തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള കോലുകൾ ഉപയോഗിക്കാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ ആത്മികമായിട്ട് ദൈവാത്മാവ് യഹോവ പറയുകയാണ്, ഈ ജനത്തെ മേയ്ക്കുവാൻ വേണ്ടി 2 കോലുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഇതിന്റെ പേര് ഫേവർ. ഇവിടെ തുമ്പം എന്നാണ് പറയുന്നത്. ഫേവർ അർത്ഥാൽ കൃപയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഗ്രേസ്, കർത്താവിന്റെ നന്മ, കർത്താവിന്റെ കരുതൽ, കർത്താവിന്റെ കൃപ ആ ജനത്തോട്. അപ്പോൾ ഒന്നാമത്തെ കോല് കൃപയുടെ കോലായിട്ട് നമുക്ക് മനസ്സിൽ വെക്കാം. 2, ദി അതർ ഐ കോൾഡ് യൂണിയൻ. രണ്ടാമത്തേത് ഒരുമ, അല്ലെങ്കിൽ ഐക്യതയെ കാണിക്കുന്ന യൂണിറ്റി എന്ന കോല് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ 2 കോല് ദൈവം ഉപയോഗിച്ചു ഈ ജനത്തെ മേയ്ക്കുവാൻ വേണ്ടി. ഒന്ന് കൃപയുടെ കോലും, 2 ഐക്യതയുടെ കോലും. 1 is the staff of grace, 2 is the staff of unity. ഇതാണ് സക്കറിയാവ് പ്രവചനാത്മാവിൽ പറയുന്ന വിഷയം. എന്താണ് നമ്മോടുള്ള ബന്ധത്തിൽ ഇത് കാണിക്കുന്നത്? 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ നമുക്ക് അറിയുവാൻ സാധിക്കും. റോമാലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം ഭവനത്തിൽ ചെന്ന് നമുക്ക് വായിക്കാവുന്നതാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യം. ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് പാപത്തിന്റെ മുകളിൽ ജയം വരിക്കുന്ന ഒരു മനുഷ്യൻ, ഈ ബലഹീനതയിലും ബലം കിട്ടുന്ന ഒരു ജനം. അതെങ്ങനെയാ സംഭവിക്കുന്നത്? ഈ കൃപയുടെ കോല് കാരണമാണ്. കൃപ, അർഹതയില്ലാത്തത്, യോഗ്യതയില്ലാത്തത് നൽകപ്പെടുന്ന ഒരു വസ്തുതയാണ് കൃപ എന്ന് പറയുന്നത്. കർത്താവിന്റെ ഫേവർ, കർത്താവിന്റെ തുമ്പം, കർത്താവിന്റെ പ്രത്യേക കരുതൽ, കൃപ അനുഭവിക്കുന്ന ഒരു കോല്. അതാണ് ആദ്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് ഈ ജനത്തിനെ മേയ്ക്കുവാൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്നു. അതാണ് ആദ്യത്തെ കോല് നമുക്ക് കാണുവാൻ സാധിക്കും. 2-ാമത്തെ കോല് കൃപ മാത്രമല്ല, 2-ാമത്തേത് യൂണിറ്റി, ഒരുമ, യൂണിയൻ, ഒന്നിച്ചു നിർത്തുന്ന ഒരു കോല്. നമുക്കറിയാം ഇത് പഴയ നിയമത്തിൽ അസാധ്യമായിട്ടുള്ള വിഷയമായിരുന്നു. വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വരുന്നവർ ഒന്നിച്ച് ഒരുമയിൽ ജീവിക്കുക എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ അസാധ്യമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് അത് സാധ്യമായിട്ട് തീർന്നു. അതാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐക്യതയുടെ കോല്, സ്റ്റാഫ് ഓഫ് യൂണിറ്റി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ഇടയൻ നയിക്കുമ്പോൾ ഈ 2 കോലുകൾ തീർച്ചയായിട്ടും ഉപയോഗിക്കും. ഏത് കോലുകളാണ്? ഒന്ന് കൃപയുടെ കോലും, 2 ഈ ഐക്യതയുടെ കോലും. അപ്പോൾ അക്ഷരികമായിട്ട് സഭയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആത്മീക കാഴ്ചപ്പാട് നാം ചിന്തിച്ചാൽ, ഇടയന്മാര്, നയിക്കുന്നവര് ഉപയോഗിക്കേണ്ട 2 കോലുകൾ ഇതാണ്. ഒന്ന്
കൃപയുടെ കോലും, 2 ഈ ഐക്യതയുടെ കോലും. ഇത് വളരെ പ്രത്യേകമായിട്ട് ഉപയോഗിക്കേണ്ട 2 കോലുകളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നശിച്ചു പോകുന്ന, അറുക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ആടുകളെ നയിക്കുന്ന 2 കോലുകളാണ്. വളരെ പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ ഈ കോലുകൾക്കുണ്ട്. ഈ ഇടയൻ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. യഹോവയായ ഇടയൻ അതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നു ഇവരെ മേയ്ക്കുവാൻ വേണ്ടി. അതേ രീതിയിൽ വേണം ഈ ലോകത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഇടയന്മാർ, ദൈവസഭയുടെ ഇടയന്മാർ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ അവരുടെ ജനത്തെ നയിക്കുവാൻ വേണ്ടി എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 8-ാം വാക്യം. ആ ആ ആ മതി. 8-ാം വാക്യത്തിൽ ഇവിടെ കാണുന്നത് then I annihilated the 3 shepherds in 1 month. എന്നാൽ ഞാൻ 1 മാസത്തിൽ 3 ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു. അവിടെ സെക്കറിയാവിന്റെ വാക്കുകളാണ് പറയുന്നത്. ഒരേ മാസത്തിൽ 3 ഇടയന്മാരെ എന്ത് ചെയ്തു? ഛേദിച്ചു കളഞ്ഞു. അനിഹിലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഛേദിച്ചു കളഞ്ഞു, അവരെ കൊലപ്പെടുത്തി എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. സെക്കറിയാവ് പറയുന്നത് തൻ്റെ വളരെ രൂക്ഷമായിട്ടുള്ള, കർക്കശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് നാം ഇതിനു മുൻപ് കണ്ടതുപോലെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് അവരെ അറിയിച്ച വിഷയമാണ് സെക്കറിയാവ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഛേദിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയത്വം, അല്ലെങ്കിൽ നിങ്ങൾ ഇടയന്മാരായിട്ട് നിങ്ങളുടെ ഈ ആടുകളെ മേയ്ക്കുന്നത് ശരിയല്ല. നിങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, കപടമായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ കള്ളങ്ങളാണ് എടുത്തു പറയുന്നത് എന്നുള്ളത് സെക്കറിയാവ് അവരോട് മുഖത്ത് നോക്കി പറഞ്ഞു എന്നുള്ള വസ്തുത നമുക്ക് കാണുവാൻ സാധിക്കും. അത് വളരെ യാതൊരു മറയും കൂടാതെ അതിന് അവരോട് വളരെ ഭാരത്തോടെ ആ കാര്യങ്ങൾ അറിയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന്റെ പരിണിത ഫലം നമുക്ക് നന്നായിട്ട് അറിയാം. നാം നേരത്തെ ചിന്തിച്ചതാണ്. സെക്കറിയാവിനെ കൊലപ്പെടുത്തി അവനെ ഇല്ലാതാക്കി തീർത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 35-ാം വാക്യം ഒന്ന് വായിച്ചു. അവിടെ സെക്കറിയ പ്രവാചകനെ കൊലപ്പെടുത്തുന്ന നമുക്ക് വസ്തുത അവിടെ കാണുവാൻ സാധിക്കും. അവിടെ ആ പ്രാകാരത്തിന്റെയും മന്ദിരത്തിന്റെയും നടുവിൽ അവനെ വെച്ച് അവരെ കൊലപ്പെടുത്തുന്ന ദൃശ്യം മത്തായി 23:35 വായിക്കുവാൻ സാധിക്കും. ആരെങ്കിലും എടുത്തെങ്കിൽ ഒന്ന് എടുത്തു വായിക്കാം. സെക്കറിയ വാസ് killed between the altar and temple. Yeah. ബെരക്കാവിന്റെ മകനായ സെക്കറിയാവിന്റെ രക്തം വരെ അവര് വീഴ്ത്തി. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ധൈര്യത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു പ്രവാചകനാണ് സെക്കറിയ പ്രവാചകൻ. അവൻ പറഞ്ഞു, ഈ രീതിയിലുള്ള പ്രവാചകന്മാർ അല്ലെങ്കിൽ നേതാക്കൾ, ഇടയന്മാർ കള്ളന്മാരാണ്, അവര് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവരാണ്. കർത്താവ് യഹോവ അത് അനുവദിക്കുന്നില്ല എന്നുള്ളത് അവരെ ഛേദിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്കെതിരെ ആ കാര്യങ്ങൾ പറഞ്ഞു. ഒരേ മാസത്തിൽ 3 പേർക്കെതിരെ താൻ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന്റെ ഈ ലോകപരമായിട്ടുള്ള ഫലം തനിക്ക് ലഭിച്ചു. അത് യാതൊരു അത്ഭുതപ്പെടുവാനുള്ള വിഷയങ്ങളല്ല. നാം നമ്മുടെ കർത്താവിനെ നോക്കുമ്പോഴും, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ആ മന്ദിരത്തിൽ ചില കച്ചവടം കണ്ടപ്പോൾ, പ്രശ്നങ്ങൾ കണ്ടപ്പോൾ അതേ സമയം പ്രതികരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കപടമായിട്ടുള്ള ഭക്തി, കപടമായിട്ടുള്ള ഹിപ്പോക്രസി കർത്താവ് കണ്ടാല് കർത്താവിന് ഒരിക്കലും സഹിക്കുവാൻ കഴിയാത്ത വിഷയമാണ്. മറ്റ് ചില കാര്യങ്ങളൊക്കെ കർത്താവ് സഹിച്ചു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരിക്കലും കർത്താവ് വിട്ടുകളയാത്ത വിഷയങ്ങളാണ് കപടഭക്തി ഉള്ള വിഷയങ്ങൾ. അതുകൊണ്ട് അതിനെ കർത്താവ് ഛേദിച്ചു കളയും, അല്ലെങ്കിൽ ആ വിഷയം ഒന്നിച്ച് നിലനിൽക്കുന്നില്ല. ട്രൂ മിനിസ്ട്രി കൺഫറൻസ് എറർ. ഒരു തെറ്റുണ്ടെങ്കിൽ, ഒരു പാപമുണ്ടെങ്കിൽ, ഒരു കുഴപ്പമുണ്ടെങ്കിൽ, സത്യസന്ധമായിട്ടുള്ള ശുശ്രൂഷയാണെങ്കിൽ അത് അതിനെ എടുത്തു പറയുക തന്നെ ചെയ്യും. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയോ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയോ, സ്വന്തം പദവിക്ക് വേണ്ടിയോ, ഏതെങ്കിലും ലോകപരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയോ, നിലനിൽപ്പിന് വേണ്ടിയോ, ജീവന് വേണ്ടിയോ സത്യം മറച്ചു വെക്കുന്ന ഒരു വസ്തുത സത്യസന്ധമായിട്ടുള്ള ഒരു ശുശ്രൂഷയ്ക്ക് ഇല്ല എന്നുള്ള സത്യം 8-ാം വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ 9-ാം വാക്യം നാം വായിച്ചു. 9-ാം വാക്യത്തിൽ നാം കാണുന്നത് ഐ വിൽ നോട്ട് പാസ്ചർ യു
What is to die, let it die. What is to be annihilated, let it be annihilated. ഇവിടെ കർത്താവ് ഇവരോട് അവസരങ്ങൾ കൊടുത്ത് അനേകം തവണ ഇവരോട് മടങ്ങി വരുവാൻ പറഞ്ഞിട്ടും മടങ്ങി വരാത്ത ഒരു ജനത്തോട്, ഒരു മനുഷ്യരോട് കർത്താവിന്റെ ആത്മാവ് പറയുക, സക്കറിയാവ് പറയുകയാണ്, മരിക്കുവാൻ ഉള്ളവർ മരിക്കട്ടെ. അവര് ആ 9-ാം വാക്യത്തിൽ പറയും, നിങ്ങളെ ഞാൻ മേയ്ക്കുകയില്ല, മരിക്കുന്നത് മരിക്കട്ടെ, ആ രീതിയിൽ കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ, ആ രീതിയിൽ ഉള്ള ഒരു വിധിയിലേക്ക്, കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. സക്കറിയാവ്, ഐ വിൽ നോട്ട് പാസ്ചർ യു, ഞാൻ നിങ്ങളെ ഇനി മേയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത്. എത്ര അധപതനം, എത്ര താഴ്ചയുടെ അവസ്ഥയാണ് കാണുന്നത്. ഇവിടെ ആദ്യത്തെ ആ ഒരു കോല് ഇല്ലാതാകുന്ന അവസ്ഥയാണ് കാണുന്നത്. അതിന്റെ 10-ാം വാക്യം ഒന്ന് നോക്കിയേ. 10-ാം വാക്യം, ഐ ടുക്ക് മൈ സ്റ്റാഫ് ഫേവർ ആൻഡ് കട്ട് ഇൻ പീസസ്. 10-ാം വാക്യം, അനന്തരം ഞാൻ ഇമ്പം എന്ന കോൽ എടുത്തു, ഞാൻ ആ രീതിയിൽ അതിനെ ഒടിച്ചു കളഞ്ഞു. അപ്പോൾ കൃപയുടെ കോല്, ഇമ്പം എന്ന കോല് ഇല്ലാതെയാകുന്നു. കൃപയുടെ കോല് ഇല്ലാതെയാകുന്നു. കൃപയുടെ കോല് ഇല്ലാതെ ആയാൽ പിന്നെ നിലനിൽപ്പില്ല, പിന്നെ എല്ലാം അവസാനിച്ചു, പിന്നെ ഒരു അവസരം അവിടെ ലഭിക്കുന്നില്ല. കൃപയുടെ കോല് ഇല്ലാതെ ആകുന്ന ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ്. മടങ്ങി വരുവാൻ അവസരമുണ്ടായിരുന്നു, തിരികെ വരുവാൻ അവസരമുണ്ടായിരുന്നു, യഹോവയുടെ പാദത്തിലേക്ക് അരുളപ്പാട് ശ്രദ്ധിക്കുവാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അതിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. നിങ്ങൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, കാണാതെയാണെങ്കിൽ കാണാതാവട്ടെ, ഛേദിച്ച് കളയപ്പെടുന്നെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ നശിച്ചു പോകട്ടെ. നിങ്ങൾ അന്യോന്യം, നിങ്ങൾ നിങ്ങളുടെ തന്നെ മാംസം തിന്നുന്ന, ലെറ്റ് ദോസ് ഹു ആർ ലെഫ്റ്റ് eat one another's flesh എന്നാണ് നാം കാണുന്നത്. പുതിയ നിയമത്തിലും നാം ഇത്തരത്തിലുള്ള അവസ്ഥകളെ കുറിച്ച് പൗലോസും നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം, Galatians chapter 5 and verse 15. അവിടെ ആ സഭയോട് എഴുതുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വിഷയമാണ്, ഇഫ് യു ബൈറ്റ് ആൻഡ് ഡിവോർ വൺ അനദർ. 5-ാം അധ്യായം 15-ാം വാക്യം, എന്ത് സംഭവിക്കും? നിങ്ങൾ അന്യോന്യം കുടിക്കുകയും തിന്നുകയും ചെയ്താൽ, അന്യോന്യം നിങ്ങൾ പരസ്പരം, ഇഫ് യു ബൈറ്റ് ആൻഡ് ഡിവോർ ഈച്ച് അതർ, നിങ്ങൾ അന്യോന്യം ഈ രീതിയിൽ ഛേദിച്ചു കളഞ്ഞാൽ, നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ തന്നെ നശിച്ചു പോകും. അങ്ങനെ പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്. കൃപയുടെ കോല് ഇല്ലാതാകുമ്പോൾ പാപത്തിനാണ് അവിടെ കൂടുതൽ സ്ഥാനമുള്ളത്. പിന്നീട് നമുക്ക് കൃപയുടെ കോലിന്റെ ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിന്റെ ഒരു നന്മ അനുഭവിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ഒക്കെയും ഈ സഭാജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ നാം ചിന്തിക്കുക, പരസ്പരം നാം തിന്നുകയും കുടിക്കുകയും ചെയ്താൽ, നമ്മൾ അങ്ങനെ ആ രീതിയിൽ പരസ്പരം നാം അടികൂടിയാൽ, ബാക്ക് ബൈറ്റിംഗ്, ഡിവിഷൻ, സ്പിരിച്വൽ കാനിബലിസം, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പല രീതിയിൽ ചിന്തിക്കാം. ആത്മീകമായിട്ട് ഒരുത്തന് മറ്റൊരുത്തനെ കണ്ടുകൂടാത്ത വിധം, യാതൊരു സ്നേഹമില്ലാത്ത വിധം കടിച്ചു കീറുവാൻ പോകുന്ന മനസ്ഥിതി, എപ്പോഴും മറ്റൊരാളെ താഴ്ത്തുന്ന, മറ്റൊരാളെ നശിപ്പിക്കുന്ന ഒരു ആത്മീക അവസ്ഥ, നമ്മെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃപയുടെ കോല് എടുത്തു മാറ്റുന്ന അവസ്ഥ വളരെ ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ്. ബ്രേക്ക് മൈ കവനന്റ് വിച്ച് ഐ ഹാഡ് മെയ്ഡ് വിത്ത് ഓൾ ദ പീപ്പിൾ. കർത്താവിന്റെ ആ വാഗ്ദത്തം, കർത്താവിന്റെ നിയമം കർത്താവ് എടുത്തു മാറ്റിയാൽ, കൃപയുടെ കോല് എടുത്തു മാറ്റുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഈ 9-ാം വാക്യവും 10-ാം വാക്യത്തിലും കാണുവാൻ സാധിക്കും. ബ്രേക്കിംഗ് ഓഫ് ദി സ്റ്റാഫ് ഓഫ് ഗ്രേസ്. കർത്താവിന്റെ ആ കൃപയുടെ അവസ്ഥ മാറ്റിക്കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും നാം മുമ്പോട്ട് പോകുന്നത്? ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായി 21:43 വാക്യം, മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 21 വേഴ്സ് 43. The kingdom of God will be taken away from you എന്നാണ് അവിടെ കർത്താവ് യേശു ക്രിസ്തു ആ ജനത്തോട് അന്ന് പറഞ്ഞത്. 21:43 വാക്യം, 21-ാം അധ്യായം. അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്ന് അവന്
അവരെ പിടിപ്പാൻ അന്വേഷിച്ചു. അപ്പൊ അന്ന് ഈ ഫരീഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത് ഈ രീതിയിൽ സ്വർഗരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്തു കളയും എന്നൊരു വിഷയം അവരെ പ്രബോധിപ്പിക്കുകയാണ്. അതേ വിഷയമാണ് ഇവിടെ സക്കറിയാവ് പറയുന്നത്. കൃപയുടെ കോൽ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നീടുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. എന്നാൽ അവിടെ ആ 11-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നത്, സോ ഇറ്റ് വാസ് ബ്രോക്കൺ ഓൺ ദാറ്റ് ഡേ, ആ ദിവസം ആ കൃപയുടെ കോല് ഒടിച്ചു കളഞ്ഞു. ആൻഡ് thus the afflicted of the flock who were watching me realized that it was the word of the Lord. അവിടെ കാണുന്നത് 11-ാം വാക്യത്തിൽ, അവിടെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് ഗ്രഹിച്ചു. അവിടെ അരിസ്റ്ററായിട്ടുള്ളത്, അഫ്ലിക്റ്റഡ് ആയിട്ടുള്ളത്, ഉപദ്രവം സഹിച്ച് പാവങ്ങളായിട്ടുള്ള കുറച്ച് ജനമുണ്ട്. ഈ സക്കറിയാവിനെ നോക്കിക്കൊണ്ടിരുന്നു. അവർ ഈ കാര്യങ്ങൾ ഗ്രഹിച്ചു, അവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഒരു ചെറിയ കൂട്ടമാണ്, അവർക്ക് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെയും ബോധ്യപ്പെട്ടു. ഒരു ചെറിയ കൂട്ടം, ചെറിയൊരു ശേഷിപ്പ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എക്കാലത്തും ഒരു ചെറിയ ഈ അരിസ്റ്ററായിട്ടുള്ളത്, ഏറ്റവും പാവങ്ങളായിട്ടുള്ളത്, ഒരു ചെറിയ ശേഷിപ്പ് എപ്പോഴും ഉണ്ട്. ദൈവവചനത്തെ മനസ്സിലാക്കുന്നവർ, ദൈവവചനത്തെ ഗ്രഹിക്കുന്നവർ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, ഈ കാലഘട്ടത്തിലുമുണ്ട്. ചെറിയ കൂട്ടം ഈ സക്കറിയാവ് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. വലിയ കൂട്ടമല്ല, അഫ്ലിക്റ്റഡ് ഓഫ് ദ ഫ്ലോക്ക്, ആ കൂട്ടത്തിൽ അവർക്ക് അരിസ്റ്ററായിട്ടുള്ളത്, ഏറ്റവും ഉപദ്രവം സഹിച്ചവര് ഈ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ 12-ഉം 13-ഉം വാക്യം നമുക്ക് വായിക്കാം. 12-ഉം 13-ഉം. എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. എന്നാൽ യഹോവ എന്നോട് അത് ഭണ്ഡാരത്തിലുള്ള അവർ എന്നെ മരിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വില തന്നെ കൽപ്പിച്ചു. അങ്ങനെ ഞാൻ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ടു. ദൈവനാമത്തിന് മഹത്വം. ഈ വാക്യങ്ങൾ നാം വായിച്ചപ്പോൾ 12-ഉം 13-ഉം അവിടെ 30 വെള്ളിക്കാശിനെ കുറിച്ച് നാം വായിക്കുന്നു. ഈ ഒരു പദം വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഏത് ചിത്രമാണ് വരുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ യൂദാ ഇസ്കറിയോത്ത എന്താ ചെയ്തത്? 30 വെള്ളിക്കാശിനാണ് ഒറ്റിക്കൊടുത്തത്. അതുമായിട്ട് തീർച്ചയായിട്ടും ഇതിന് ബന്ധമുണ്ട്. എന്നാൽ നാം അതിന്റെ കുറച്ചുകൂടെ ആഴത്തിൽ ആ സത്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായി. ഡയറക്ട്ലി പോയിന്റ്സ് ടു ജൂഡാസ് ഇസ്കറിയറ്റ്. അവിടെ യൂദാ ഇസ്കറിയോത്തായിലേക്ക് ഇത് ചിത്രീകരിക്കുന്നു. കർത്താവിന്റെ ഒറ്റിക്കൊടുത്തു കൊടുക്കുന്ന, കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന ദൃശ്യം മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിന്റെ പശ്ചാത്തലം അവിടെയല്ല. ഈ 30 വെള്ളിക്കാശിന് ഒരു പ്രത്യേകതയുണ്ട്. There is a significance for these 30 shekels of silver. 30 വെള്ളിക്കാശിന് എന്ത് പ്രത്യേകതയാണുള്ളത്? അത് മനസ്സിലാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുമുള്ള വക നമുക്കുണ്ട്. അതിന് മനസ്സിലാക്കുവാൻ ഒരു വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 32-ാം വാക്യം. എക്സഡസ് ചാപ്റ്റർ 21 വേഴ്സ് 32. അവിടെ ഈ 30 വെള്ളിക്കാശിനെ കുറിച്ച് അതിന്റെ പശ്ചാത്തലം നമുക്ക് കാണുവാൻ സാധിക്കും. പുറപ്പാട് 20 അവൻ അവരുടെ ഉടമസ്ഥന് 30 ശേക്കൽ വെള്ളി കൊടുക്കുകയാണ്. ഈ ഒരു വാക്യം മാത്രമേ സമയക്കുറവ് കാരണം ഞാൻ വായിപ്പിച്ചുള്ളൂ. ഇതിന്റെ മുൻപിലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ 30 വെള്ളിക്കാശിന്റെ ഒരു വിഷയത്തിലേക്ക് വന്ന ആ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കാള ഒരു ദാസനെയോ ദാസിയെയോ കുത്തിയാൽ അവൻ അവരുടെ ഉടമസ്ഥന് 30 ശേക്കൽ വെള്ളി കൊടുക്കണം. അപ്പോൾ ഇവിടെ ദാസന്മാരെ കുത്തുമ്പോഴാണ് ഈ 30 വെള്ളിക്കാശിലേക്ക് വന്നത്. ഇതിനു മുൻപുള്ള 1-2 ഉദാഹരണങ്ങളുണ്ട്. അവിടെ ആ ഇസ്രായേൽ ജനത്തിന്റെ വീട്ടുകാരെ, മക്കളെയോ ഭാര്യയെയോ ആരെങ്കിലും കുത്തിയാല് അവിടെ ആ ജീവൻ എടുക്കുന്ന അവസ്ഥയാണ്. കുത്തിയെ കാളയും നശിപ്പിക്കണം, രണ്ടാമത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു പ്രാവശ്യം അനുവദിച്ചിട്ട് വീണ്ടും വന്ന് കുത്തി രണ്ടാമത് കുത്തിയെങ്കിൽ ആ ഉടമസ്ഥനെയും കൊലപ്പെടുത്തണം എന്നാണ് നിയമം. അങ്ങനത്തെ പല നിയമങ്ങൾ പറഞ്ഞു വന്നിട്ട് ഇവിടെ 32-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ ദാസനെയോ ദാസിയെയോ കുത്തിയാൽ എന്ത് ചെയ്താൽ മതി? ഈ 30 വെള്ളിക്കാശ് കൊടുത്താൽ മതി. അവിടെയാണ് ഈ 30 വെള്ളിക്കാശിലേക്ക് വരുന്നത്. അതിന്റെ അർത്ഥം അന്നത്തെ കാലത്ത് ഇസ്രായേൽ ജനത്തിന് ഒരു ദാസന്റെയോ ദാസിയുടെയോ വില എന്ന് പറയുന്നത് എത്രയാണ്?
30 വെള്ളിക്കാശ് മാത്രമാണ്. ആ രീതിയിൽ നാം മനസ്സിലാക്കുമ്പോൾ അന്ന് പരീശന്മാര് അല്ലെങ്കിൽ അന്ന് ശാസ്ത്രിമാര് ഈ യൂദാ ഇസ്കറിയോത്തായെ കൊണ്ടുവന്ന് കർത്താവിന് പകരമായിട്ട് എത്ര കൊടുത്തത്? 30 വെള്ളിക്കാശ്. നമ്മുടെ കർത്താവിനെ ആരോട് സമമാണ് ഇവരാക്കിയത്? വെറും ഒരു ദാസനും ദാസിക്കും സമമായിട്ടുള്ള വില മാത്രമാണ്. അന്നത്തെ കാലത്തെ അവരുടെ ഒരു സമ്പ്രദായം വെച്ച് ഏറ്റവും താഴ്ത്തി കെട്ടിയ ഒരു വിഷയമാണ്. ഒരു ദാസന്റെ വില മാത്രമാണ് നമ്മുടെ കർത്താവിനെ അവര് അളന്ന് കൊടുത്തത്. 30 വെള്ളിക്കാശിലാണ് നമ്മുടെ കർത്താവിനെ വിറ്റയച്ചത്. എത്ര നീചമായിട്ടുള്ള, എത്ര താഴ്ചയിലേക്കാണ് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. 13-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. അവിടെ വായിക്കുന്നത്, അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: മാഗ്നിഫിസന്റ് പ്രൈസ് അറ്റ് വിച്ച് ഐ വാസ് വാല്യൂഡ് ബൈ ദെം. അവിടെ മലയാളത്തിൽ നാം എങ്ങനെയാ വായിക്കുന്നത്? അവരെന്നെ അത് വളരെ മനോഹരമായിട്ടുള്ള വില തന്നെ എനിക്ക് കൽപ്പിച്ചു. മനോഹരമായിട്ടുള്ള വില എന്നാണ് യഹോവ പറയുന്നത്. മാഗ്നിഫിസന്റ് പ്രൈസ്, 30 വെള്ളിക്കാശ്. ഒരു ദാസനെയോ ദാസിയേക്കോ ഇസ്രായേൽ ജനം കൊടുത്തിരുന്ന വിലയാണ് നമ്മുടെ സ്വർഗസ്ഥനായിട്ടുള്ള സൃഷ്ടികർത്താവായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിന് അവര് അളന്ന് കൊടുത്ത ഒരു വില. ഒരു ദാസന്റെ, ഒരു അടിമയുടെ വില. വാല്യൂ ഓഫ് എ സ്ലേവ് ഈസ് 30 ഷെക്കിൽസ് ഓഫ് സിൽവർ. ആ രീതിയിലാണ് നമ്മുടെ കർത്താവിനെ, ദൈവപുത്രനെ ഇസ്രായേൽ ജനം മതിപ്പ് ആ രീതിയിൽ അവർ കൊടുത്തത്. ഈ കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കർത്താവിനോടുള്ള ആദരവും നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. സൃഷ്ടികർത്താവായ ദൈവം നമുക്ക് വേണ്ടി എത്രത്തോളം താഴ്ചയിലേക്ക് കടന്നു വന്നു. അതിന്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വേഴ്സ് 14. ഒരുമ എന്ന മറ്റേ കോല് മുറിച്ചു കളഞ്ഞു. 2 കോലുകൾ ഉണ്ടായിരുന്നു, കൃപയുടെ കോലും ഈ ഒരുമയുടെ, ഐക്യതയുടെ കോലും. അപ്പോൾ ആദ്യത്തേത് ഒടിച്ചു കളഞ്ഞു, അതിന്റെ ഫലങ്ങൾ നാം കണ്ടു. ഇവിടെ ഒരുമയുടെ കോല് ഒടിച്ചു കളയുന്നു. ഹി ഈസ് ബ്രേക്കിംഗ് ദ സ്റ്റാഫ് ഓഫ് യൂണിറ്റി. ഈ 14-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവിടെ പാപത്തിന്റെ പ്രവേശനം നാം കാണുന്നു. നാം നേരത്തെ കണ്ടതുപോലെ അന്യോന്യം നാം ദൂഷണം പറയുന്ന, നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ വായിക്കുന്ന വാക്യം എന്താണ്? ടു ബ്രേക്ക് ദ ബ്രദർഹുഡ് ബിറ്റ്വീൻ ജൂഡ ആൻഡ് ഇസ്രായേൽ. യൂദയും ഇസ്രായേലും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന, അവരുടെ സഹോദര പ്രീതിയെല്ലാം നശിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു കോല് ഇല്ലാതാകുമ്പോൾ, ഭിന്നിപ്പിക്കുന്ന ഒരു വിഷയം. When this staff of unity is broken, ഈ ഒരുമയുടെ, ഐക്യതയുടെ കോല് അവിടെ കർത്താവ് ഇല്ലാതെ ആക്കുമ്പോൾ, അതിനെ പൊട്ടിച്ചു കളയുമ്പോൾ, ഉടച്ചു കളയുമ്പോൾ, ഇവിടെ ഭിന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഏറ്റവും അവസാന സമയത്തെ പ്രവചനങ്ങളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ്. സ്റ്റാഫ് ഓഫ് യൂണിറ്റി ഇല്ലാതാകുന്ന അവസ്ഥ. അതാണ് 14-ാം വാക്യത്തിൽ നാം കാണുന്നത്. അതിന്റെ 15 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. 15 തൊട്ട് 17 വരെ. ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. അവൻ കാണാതെ പോയവയെ നോക്കുകയോ, പോയവയെ അന്വേഷിക്കുകയോ, മുറിവേറ്റവയെ കൊടുക്കുകയോ, ജീവനില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ കടിച്ചവയുടെ മാംസം തിന്നുകയും ഓർമ്മകളെ കളയുകയും ചെയ്യും. അപേക്ഷിച്ചത് മുമ്പോട്ട് ഇടയന് കഷ്ടം. അവന്റെ കുഞ്ഞിന്റെ വനങ്ങളിലും വരൾച്ച. അവന്റെ കുഞ്ഞ് അശേഷം ഇവിടെ 15-ാം വാക്യത്തിൽ നാം മറ്റൊരു വിഷയമാണ് കാണുന്നത്. അവിടെ പറയുന്നത്, കൽപ്പിച്ചത് ഇങ്ങനെയാണ്: നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയന്റെ കോപ്പ് എടുത്തുകൊള്ളുക. അപ്പൊ സെക്കറിയാവിനോട് ഇവിടെ യഹോവയുടെ അരുളപ്പാടാണ്, യു ഹാവ് ടു ആക്ട് ലൈക്ക് എ ഫൂളിഷ് ഷെപ്പേർഡ്. ഒരു തുമ്പുകെട്ട അല്ലെങ്കിൽ സുബോധമില്ലാത്ത ഒരു ഇടയനെ പോലെ നീ ആക്ട് ചെയ്യണം. നീ അവരോട് ഈ കാര്യം അഭിനയിച്ച് കാണിക്കണം. അത് നമുക്ക് വരാനുള്ള സമയങ്ങളിൽ നമുക്കറിയാം, ഭാവിയിൽ ഈ രീതിയിലുള്ള ഫാൾസ് ഷെപ്പേർഡ്സ് കടന്നു വരും.
അവർക്ക് കള്ളപ്രവാചകന്മാർ അല്ലെങ്കിൽ കള്ള ഇടയന്മാർ അന്ത്യക്രിസ്തു വരെയും കടന്നു വരാൻ പോകുന്ന നിമിഷങ്ങളിലേക്കാണ് ഈ ലോകം പൊക്കോണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നിന്നെ തന്നെ അവർക്ക് കാഴ്ചവെക്കണം. അവരോട് പറയണം, നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ 16-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ് ഈ ഫൂളിഷ് ഷെപ്പേർഡ് ചെയ്യുന്നത്? തുമ്പുകെട്ട ഈ ഇടയൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? 7 കൂട്ടം കാര്യങ്ങൾ ഇവിടെ പറയുന്നു. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അവിടെ 16-ാം വാക്യത്തിൽ ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും, അവൻ കാണാതെ പോയവരെ നോക്കുകയോ, അപ്പോൾ ഹി ഡസന്റ് കെയർ ഫോർ ദി പെരിഷിംഗ്, കാണാതെ പോയ ആളെ അവൻ നോക്കുകയില്ല, അതിനെക്കുറിച്ച് യാതൊരു ശ്രദ്ധയും ഇല്ലാത്ത ഒരു ഇടയനായി തീരും. അത് ഭാവിയിൽ വരുവാൻ പോകുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, അവിടെ അന്വേഷിക്കുകയോ ചെയ്യത്തില്ല. അപ്പോൾ അവൻ ഹി വിൽ നോട്ട് സീക്ക് ദ സ്കാറ്റേർഡ്, അവര് വിഭിന്നമായിട്ട് അല്ലെങ്കിൽ അവർ അടികൂടി മാറിപ്പോകുന്ന ഒരു കൂട്ടത്തെ അന്വേഷിക്കാത്ത ഒരു ഇടയൻ. വീണ്ടും എന്താ വായിക്കുന്നത്? അവിടെ മുറിവേറ്റവരെ ശ്രദ്ധിക്കാതെ, അവർക്ക് സൗഖ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാതെ മുമ്പോട്ട് പോകുന്ന ഒരു ഇടയൻ. മൂന്നാമത്തെ വിഷയം, താൻ ചെയ്യാത്ത വിഷയം. നാലാമത്തെ കാര്യം എന്താ കാണുന്നത്? ദീനമില്ലാത്തവരെ പോറ്റുകയോ ചെയ്യാതെ, അപ്പോൾ they does not sustain the standing. ഒരു രോഗവും ഇല്ലാത്തവൻ, നിലനിൽക്കുന്നവൻ, അവര് പോറ്റി പുലർത്തുന്ന ഒരു ഇടയനല്ല. വീണ്ടും എന്താ കാണുന്നത്? ഡിവോഴ്സ് ദ ഫാറ്റ് ഷീപ്പ്, അവിടെ മാംസമുള്ള തടിച്ചിരിക്കുന്ന ഒരു ആടാണെങ്കിൽ അതിനെ അവൻ കടിച്ചു തിന്നും, അത്തരത്തിലുള്ള ഒരു ഇടയൻ. പിന്നീട് എന്താ കാണുന്നത്? ആറാമത്തേത് കീറിക്കളയുകയും ചെയ്യുന്ന, ഹി വിൽ ടേർ ഓഫ് ദി ഹൂവ്സ് എന്നാണ് കാണുന്നത്. നമുക്കറിയാം ഈ ആടിന്റെ ഹൂവ്സ്, അതിന്റെ കാലിന്റെ അടിയിലുള്ള ഒരു വസ്തുതയാണ്. അതിനെ മലയാളത്തിൽ കുളമ്പുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ എടുത്തു കളയുന്ന ഒരു ഇടയൻ, അവർക്ക് നിൽക്കുവാനോ നടക്കുവാനോ ഓടുവാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന. 17-ാം വാക്യത്തിൽ പറയുന്നത് ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന, ലീവ്സ് ദ ഫ്ലോക്ക്. 7 കൂട്ടം കാര്യങ്ങളാണ് ഈ വരുവാനുള്ള ഇടയന്മാരെ കുറിച്ച് പറയുന്നത്. ഫോൾസ് ഷെപ്പേർഡ്സ്, അന്തിക്രിസ്തു അല്ലെങ്കിൽ ഈ സെക്കറിയാവ് അവരെ നടിച്ചു കാണിക്കുകയാണ്. നീ തുമ്പുകെട്ട ഒരു ഇടയനെ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നത്. ഡസ് നോട്ട് കെയർ ഫോർ ദി പെരിഷിംഗ്, അവർക്ക് യാതൊരു ശ്രദ്ധയുമില്ല നശിച്ചു പോകുന്നവരെ കുറിച്ച്. ഇങ്ങനെ വിഭിന്നമായി പോകുന്നവരെ അന്വേഷിക്കുവാൻ യാതൊരു താല്പര്യവുമില്ല. അവർക്ക് രോഗമുള്ളവർക്ക് സൗഖ്യം കൊടുക്കുവാൻ താല്പര്യമില്ല. നന്നായി നിൽക്കുന്നവർക്ക് കൈത്താങ്ങൾ കൊടുക്കുവാനുള്ള താല്പര്യമില്ല. അവര് നന്നായി ഈ തടിച്ചു നിൽക്കുന്ന ആടുകളെ അവർ തന്നെ ഛേദിച്ച് തിന്നുകളയുന്ന അവസ്ഥയാണ്. അവരുടെ നാം വായിക്കുന്നത് കുളമ്പുകളെ അവര് എടുത്ത് പറിച്ചു കളയുന്നു. അവരെ 17-ാം വാക്യത്തിൽ ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിക്കുന്ന ഒരു ഇടയൻ. എത്രയോ ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ്. sword will be on his arm and on his right eye. എന്നാൽ അത്തരത്തിലുള്ള ഇടയന്റെ ഒരു ന്യായവിധി കർത്താവ് അവിടെ 17-ാം വാക്യത്തിൽ തന്നെ പറയുന്നു. അവന്റെ 2 കാര്യങ്ങൾ അവന് നഷ്ടപ്പെടും. അവന്റെ കരം, ബലം, അവന്റെ ഭുജത്തെ കുറിച്ച് നാം കാണുന്നു, അവന്റെ കണ്ണിനെ കുറിച്ച് നാം കാണുന്നു. അവിടെ നാം കാണുന്നത് അവന്റെ ഭുജം ഇല്ലാതെ പോകും, നശിച്ചു പോകും. അവന്റെ കണ്ണ് കാണാതെ പോകും, വലം കണ്ണ് അവൻ അശേഷം ഇരുണ്ടു പോകുന്ന അവസ്ഥ. അതാണ് ഈ ഇടയന് കർത്താവ് കൊടുക്കുന്ന ന്യായവിധി, 2-fold ന്യായവിധി. അവന്റെ ഭുജം കാണിക്കുന്നത് അവന്റെ ശക്തിയെയാണ്, പവറിനെയാണ്, അത് ഇല്ലാതെ പോകും. അവന്റെ വലം കണ്ണ് കാണിക്കുന്നത് അവന്റെ കാഴ്ചയാണ്, അത് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ആത്മീകമായിട്ടുള്ള ബലവും അവന്റെ കാഴ്ചപ്പാടും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നാം ഇത്തരത്തിലുള്ള ഇടയന്റെ ഒരു ന്യായവിധിയായിട്ട് കർത്താവ് കൊടുക്കുന്നത്. ഇതാണ് സെക്കറിയാവിന്റെ അരുളപ്പാട്. കർത്താവ് കൊടുക്കുന്നത് സെക്കറിയാവിലൂടെ ദൈവാത്മാവിന്റെ അരുളപ്പാട് ഇതാണ്. ഇത്തരത്തിലുള്ള ഇടയന്മാര് നിങ്ങളുടെ മധ്യത്തിൽ വരും. നിങ്ങളുടെ മധ്യത്തിൽ അവർക്ക് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുക. അവർക്ക് ന്യായവിധി ഉണ്ട്, തീർച്ചയായിട്ടും നാം പഠിച്ചതുപോലെ. എന്നാൽ 4, 5, 6 വാക്യങ്ങൾ നാം പഠിച്ചു. അതിൽ നാം ചിന്തിച്ചു, ഈ ആട്ടിൻകൂട്ടത്തിനും അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഇടയന്മാർക്ക് മാത്രമല്ല, ഈ ആടുകൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരും സത്യങ്ങൾ മനസ്സിലാക്കണം, സത്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടണം. സത്യങ്ങൾ ബോധ്യപ്പെട്ടവരാണെങ്കിൽ അത്തരത്തിലുള്ള ഭക്തരായിട്ടുള്ള ഇടയന്മാരുടെ കൂട്ടത്തെ അനുവദിക്കുവാൻ പാടില്ല. അങ്ങനെ അനുവദിച്ചാൽ നിങ്ങൾക്കും എന്തുണ്ട്? ന്യായവിധി ഉണ്ട്. 2 കോലുകളാണ് നമ്മളെ നടത്തുന്നത്, കൃപയുടെ കോലും ഈ ഐക്യതയുടെ
കോലും. എന്നാൽ കർത്താവ് യഹോവ അതിനെ ഉടച്ചു കളഞ്ഞാൽ, അതിനെ എടുത്തു മാറ്റിയാൽ പിന്നീട് നാശം മാത്രമേ സംഭവിക്കുകയുള്ളൂ. ടു സ്റ്റാഫ്സ്, സ്റ്റാഫ് ഓഫ് ഗ്രേസ്, സ്റ്റാഫ് ഓഫ് യൂണിറ്റി. ഇടയന്മാരും ദൈവസഭയില് ദൈവത്തിന്റെ ആത്മീക പ്രവർത്തനങ്ങളിൽ ഈ രണ്ട് കോലും ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. എന്നാൽ അത് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. നാം ഇത്തരത്തിലുള്ള കള്ള പ്രവാചകന്മാര്, കള്ള ഉപദേഷ്ടകന്മാര്, അല്ലെങ്കിൽ കള്ളത്തരം പറയുന്ന, ദൈവവചനത്തിന്റെ അടിസ്ഥാനമല്ലാത്ത വിഷയങ്ങൾ പറയുന്നവരെ നാം വളരെ ശ്രദ്ധയോടെ മുമ്പോട്ട് നീങ്ങേണ്ടത് അത്യാവശ്യമാണ്. നാം നേരത്തെ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഈ സക്കറിയ പ്രവചനം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഡിസ്പെൻസേഷൻ, അല്ലെങ്കിൽ അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വിഷയങ്ങളുടെ അവസാന കാലഘട്ടമാണ് ആ കാലഘട്ടത്തെ ജനം. അല്ലെങ്കിൽ സക്കറിയാവ് ഈ പ്രവചനങ്ങൾ അന്നത്തെ കാലഘട്ടത്തിലെ ഇസ്രായേൽ ജനത്തിന് എഴുതി കൊടുക്കുമ്പോൾ അവരുടെ കാലഘട്ടത്തിന്റെ അന്ത്യത്തിലാണ് അവര് ജീവിക്കുന്നത്. ആ കാര്യങ്ങളാണ് അവരുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ, ക്രിസ്തു വന്നു കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വിശ്വാസികളായിരിക്കുന്ന നമ്മെക്കുറിച്ച് നാം ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വെളിപ്പാടുകൾ കാണുമ്പോൾ, നാമും അന്ത്യനാളുകളിലാണ് വന്നു ചേർന്നിരിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിന്റെ അന്ത്യനാളുകളിലാണ് നാം വന്നു ചേർന്നിരിക്കുന്നത്. കർത്താവിന്റെ രണ്ടാം വരവ് ഏറ്റവും സമീപമായി തീർന്നിരിക്കുന്നു. ഈ പ്രവാചകൻ ഈ പ്രവചനം എഴുതുമ്പോൾ കർത്താവിന്റെ ആ വരവ്, ഒന്നാം വരവ് സമീപമായിരുന്നു. അതിന് തൊട്ടു മുമ്പുള്ള കാര്യങ്ങളാണ് ഇവരോട് രേഖപ്പെടുത്തിയതെങ്കിൽ, ഇന്ന് കർത്താവിന്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ നമ്മോട് ഈ അന്ത്യകാലത്ത് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? നമുക്ക് എത്തരത്തിലുള്ള ഇടയന്മാരെയാണ് നാം ശ്രവിക്കുന്നത്? നാം എത്തരത്തിലുള്ള ആടുകളാണ്? നമ്മുടെ നല്ല ഇടയനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഈ കൃപയും ഐക്യതയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? അത് മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തുവാണ് നല്ല ഇടയനും സത്യ ഇടയനെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൃപയോടെയും ഐക്യതയോടെയും നയിക്കുന്ന ഒരേ ഒരു ഇടയൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ കർത്താവ് ഈ ലോകത്തിൽ സഭയെ നയിക്കുവാൻ, ദൈവജനത്തെ നയിക്കുവാനും അത്തരത്തിലുള്ള ഇടയന്മാരെ ഉയർത്തുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശോധന ചെയ്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമുള്ള വിഷയമാണ്. കാരണം ന്യായവിധി വന്നാൽ അത് ഇടയന്മാർക്ക് മാത്രമല്ല, ആടുകൾക്കും ഉണ്ട്. അതുകൊണ്ട് ആടുകളാണ് എന്ന് വിചാരിച്ച് നമുക്ക് യാതൊരു പ്രതികരണവും ഇല്ലാതെ ഇരിക്കുവാനുള്ള സാവകാശമില്ല. വളരെ ശ്രദ്ധയോടെ നമ്മുടെ ദൈവവചനങ്ങൾ മനസ്സിലാക്കി ദൈവത്തിന്റെ അരുളപ്പാട് നാം മനസ്സിലാക്കണം. നാം ഇടയ്ക്ക് ആ 8-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിലൊക്കെ വായിച്ചതുപോലെ കുറച്ച് അരിഷ്ടജനമുണ്ട്, കുറച്ച് കൂട്ടമുണ്ട്. അവര് ആ വാക്കുകൾ, ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, ഗ്രഹിച്ചു. സക്കറിയാവ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചു പേര് അത് മനസ്സിലാക്കി. ഇന്ന് ഈ കാലഘട്ടത്തിലും കുറച്ചു പേരുണ്ട് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവർ. ചെറിയൊരു ശേഷിപ്പുണ്ട് സത്യങ്ങൾ ഉൾക്കൊള്ളുന്നവര്. അങ്ങനെയുള്ളവരെ കർത്താവ് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് കർത്താവിന്റെ കൃപയും ഐക്യതയും ഒക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ ഈ അധ്യായങ്ങൾ അതിന്റെ അവസാനത്തിലേക്ക് നാം പോകുമ്പോൾ, നാമും ഈ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പല കാര്യങ്ങൾ അന്വർത്ഥമാവുന്ന, നമ്മുടെ പ്രാക്ടിക്കലായിട്ട് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പൂർത്തീകരണം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മീക ജീവിതത്തിലും അത് തന്നെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മൗനമായിട്ടിരിക്കാതെ, അത് കേൾവിക്കാരായിട്ട് മാത്രം ഇരിക്കാതെ, പ്രായോഗിക തലത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് നമ്മുടെ ദൗത്യം. അതിനായിട്ട് സഭയായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.